ആർപ്പ് വിളിച്ചും പാട്ടുപാടിയും ഒക്കെ എല്ലാവരും ആവേശത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലത്ത് ഈ ഉദ്ഘാടന ചടങ്ങിനിടെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം കണ്ടത്. നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂടുള്ള പായസം വീണു. മന്ത്രി സീറ്റിലിരിക്കുന്ന സമയത്താണ് തലയിൽ പായസം വീണത്. ജയശങ്കർ, ഈ ഓടുന്ന ബസ്സിൽ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അതിനിടയിൽ ആരാണ് ഈ ചൂടുള്ള പായസം വിതരണം ചെയ്തത്? അത് കൃത്യം മന്ത്രിയുടെ തലയിൽ തന്നെ വീഴുകയും ചെയ്തു അല്ലേ? അതായത് വിനീത, ഇന്ന് ഈ പ്രിയദർശിനി സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ മന്ത്രി സഞ്ചരിക്കേണ്ട ബസ്സിൽ വലിയ തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ തിക്കും തിരക്കുമായിരുന്നു. ഈ കൂടുതലും പുരുഷന്മാരുമായിരുന്നു. അങ്ങനെയാണ് ഈ മന്ത്രിയുടെ തന്നെ പേഴ്സണൽ സ്റ്റാഫ് അംഗം മന്ത്രി നിൽക്കുന്നതിൻ്റെ ബാക്ക് വശത്തുകൂടി ഒരു ഗ്ലാസ് പായസവുമായി എത്തിയത്. ആ പായസം ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഇതിന് സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി ആ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ, കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെ ഉണ്ടാക്കിയ പായസം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് പിന്നിലൂടെ കൊണ്ടുവരുന്നു. അതിങ്ങനെ നീട്ടുന്നു, മന്ത്രിയുടെ അടുത്തേക്ക് ഇങ്ങനെ നീട്ടുന്നൊരു ഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന ആരോ തിക്കും തിരക്കിനിടയിൽ വെച്ച് അത് തട്ടുന്നത്. നേരെ വന്ന് തലയിൽ വീണതാവട്ടെ ആ പാവം ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രിയുടെ തലയിലാണ്. പിന്നെ മന്ത്രി പെട്ടെന്ന് ഈ ഞെട്ടൽ മന്ത്രി പെട്ടെന്ന് എണീക്കുകയും അവിടെ ആളുകളോടൊക്കെ ചൂടാവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ തിരക്കിനിടയിൽ സംഭവിച്ചൊരു കാര്യമാണ്. എന്തായാലും ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ രീതിയിൽ ട്രോളാവുകയും ചർച്ചയാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സൗജന്യ യാത്രയ്ക്കിടയിൽ. ട്രോളാക്കാൻ എന്താണ് മന്ത്രിയുടെ തലയിൽ ആ പായസം വീണതിന് അവരെന്ത് ചെയ്യാൻ? ഭാഗ്യമൊന്നും പറ്റാഞ്ഞത് കാരണം ചൂടുള്ള പായസമായിരുന്നു. ജയശങ്കർ തന്നെ രാവിലെ യൂത്ത് കോൺഗ്രസ്സുകാർ പായസം തയ്യാറാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു തന്നിരുന്നു. ആ പായസം ഏതായാലും മന്ത്രിക്ക് പണിയായി എന്നതാണ്. പക്ഷെ അവർ തലയൊക്കെ തുടച്ച് അവിടെ സന്തോഷത്തോടെ വീണ്ടും അവിടെ പങ്കുചേരുന്നതും നമ്മൾ കണ്ടിരുന്നു. ജയശങ്കർ വിശദാംശങ്ങൾ.